ഹല്ലേലൂയ. നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 പകലും കഴിഞ്ഞ രാത്രിയിലും നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനമായി സൂമിലും ഈ പ്ലാറ്റ്ഫോമിലും നിൽപ്പാൻ കർത്താവ് അനുവദിച്ച ദൈവോപയോഗം ഞാൻ സ്തുതിക്കുന്നു. സന്തോഷ് പാസ്റ്ററിനും കുടുംബത്തിനും ഇവരെയുള്ള ശിഷ്യന്മാർക്കും വന്ദനം. ദൈവവചനത്തിൻ്റെ മാധുര്യം തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവും ആരോഗ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുമ്പോഴാണ്. എത്ര ക്ഷീണിതനാണെങ്കിലും ഒരാൾ സുവിശേഷം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പാതിരവരെയും പറയും. കാരണം ക്ഷീണാവസ്ഥയിലും നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കാരണം വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ദൈവശക്തിയാണെന്ന് സുവിശേഷകരെയും സഭകളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ നിയമം കൊണ്ടും അധികാരം കൊണ്ടും ചങ്ങല കൊണ്ടും വിലങ്ങുകൾ കൊണ്ടൊക്കെ ബന്ധിക്കാമെങ്കിലും ബന്ധിക്കാൻ ലോകത്തിൽ ഒരിക്കലും കഴിയാത്ത ഒന്നുണ്ട്, വചനത്തെ മാത്രമേ ഉള്ളൂ. കാരണം വചനത്തിന് ബന്ധനമില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനം. വിശേഷാൽ യൂട്യൂബിലൂടെയൊക്കെ മെസ്സേജ് കേട്ടിട്ട് ദൈവത്തിൻ്റെ വചനം വന്ന് കേൾക്കാൻ വന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ സഹായിട്ട് ഒരു പാട്ടിൻ്റെ ഇരടി പാടിയതിന് ശേഷം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സാധു കൊച്ചുഞ്ഞി ഉദ്ദേശി ഒരിക്കൽ വളരെ നിരാശനായിട്ട് താനിങ്ങനെ കാട്ടിലേക്ക് പോയി കരയാനായിട്ട്. നമ്മൾ പല പാട്ടുകളും കേൾക്കുന്നെങ്കിലും പലതിൻ്റെ പശ്ചാത്തലം നമുക്കറിയത്തില്ല. പശ്ചാത്തലം കേൾക്കുന്നത് നല്ലതാണ്, കാരണം അതിൻ്റെ ഗൗരവം അതൊക്കെ പിറന്നു വീണത് എങ്ങനെയാണ്, ഈ നല്ല പിറവിയൊക്കെ നടക്കുന്ന വേദനയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഓർത്തോണം, എന്തോ പുതിയൊരു അനുഭവത്തിലേക്ക് ദൈവങ്ങളെ നയിക്കും. സ്തോത്രം. അപ്പോൾ അദ്ദേഹം കാട്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനെ വാവിട്ട് കരയുമ്പോൾ താനിങ്ങനെ കാണുകയാണ് ഒരു തള്ളക്കുരങ്ങൻ്റെ പള്ളക്കീഴിൽ ഇങ്ങനെ ഒരു കൊച്ചു കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ദൈവം ഒരു ശിശുവിന് കൊടുത്തിരിക്കുന്ന വിവേകം, ഒരു കുരങ്ങൻ്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന വിവേകം എത്ര വളരെ വലുതാണ്. അപ്പോൾ അതിൽ നിന്ന് തനിക്കൊരു സ്റ്റാൻസാണ്. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ്, ഇങ്ങനെ സങ്കടത്തോടെ മടങ്ങി വീട്ടിൽ വരുമ്പോഴാണ് അയൽവക്കത്തിൽ തള്ളക്കോഴി കുഞ്ഞാങ്കോഴികളെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കിളറാൻ വരുന്നത് മനസ്സിലാക്കി അമ്മ പുറപ്പെടുവിച്ച തള്ളക്കോഴിയുടെ ശബ്ദം കേട്ട് ഓടിയെടുക്കുമ്പോൾ ചിറക് വിരിച്ചു കൊടുക്കുന്ന അമ്മ അതിൻ്റെ ഉള്ളറയിലേക്ക് പ്രവേശിച്ച് അതിനെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒരു കുരങ്ങൻ്റെ കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന ബുദ്ധിയും വിവേകവും, കുഞ്ഞാക്കോഴി ശബ്ദം കേൾക്കുമ്പോൾ ഓടി അതിൻ്റെ അറകളിലേക്ക് കയറണം എന്ന് കൊടുത്തിരിക്കുന്ന വിവേകമെല്ലാം കണ്ടപ്പോൾ തൻ്റെ ദുഃഖത്തിന് അറുതി വന്നെന്ന് പറയുന്നത്. താനെ പാടി തുടങ്ങിയതും പറഞ്ഞ് അവസാനിപ്പിച്ചതുമായ ആ ചിന്തകളാണ്. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. നിനക്കിൽ ഭൂവിലെ സമസ്തമായ ആത്മക്ലേശമെന്നു ശലോമോൻ നിനച്ച വാസ്തവം അറിഞ്ഞു സാധു ഞാൻ പരമസിയോനോടോടി പോകുന്നേ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. എന്നെനിക്കൻ ദുഃഖം തീരുമോ പൊന്നുകാന്താനിൻ സന്നിധിയിലെന്നു വന്നു ചേരും ഞാൻ. തനിച്ചു നടപ്പൻ ത്രാണി പോരാത്ത കുഞ്ഞിനേതൻ മനത്തിൽ
വിടുമോ വാനരൻ പ്രിയ അരിച്ചു നടപ്പത്രാണി പോരാത്ത കുഞ്ഞിനേതൻ വനത്തിൽ വിടുമോ വാനരൻ പ്രിയ അനച്ചപറ്റി വസിപ്പന്മാർ അതിനു വേണ്ട സമസ്ത വഴി അനച്ചപറ്റി വസിപ്പന്മാർ അതിനു വേണ്ട സമസ്ത വഴി തനിക്ക് ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്ന നിന്റെ തള്ളയും അനച്ചപറ്റി വസിപ്പന്മാർ അതിനു വേണ്ട സമസ്ത വഴി തനിക്ക് ലഭിച്ച കഴിവ് പോലെ കൊടുത്തു പോറ്റുന്ന നിന്റെ തള്ളയും എന്തെനിക്കെന്തു കണ്ടീരുമോ സന്നിധിയിലെന്നു ചേരുക ഓ എന്തെനിക്കെന്തു കണ്ടീരുമോ ഒരു കാലത്തായി സന്നിധിയിലെന്നു വന്നു ചേരുക കുഞ്ഞു കോഴിയെ എൻ കാന്തനേത കീഴിൽ വെച്ച് പുലർത്തുമോരവാ കോഴി തന്റെ കുഞ്ഞു കോഴിയെ എൻ കാന്തനേത കീഴിൽ വെച്ച് പുലർത്തുമോരവാ ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു തുറസ്സപ്പോരു മദീന വഴിക്കു നിന്നാൽ വിളിച്ചു അതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാ സകല ജീവചിന്ത കഴിച്ചു സമസ്തപ്പോരു മദീന വഴിക്കു നിന്നാൽ വിളിച്ചു അതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാ എന്നെനിക്കെന്തു കണ്ടീരുമോ ഒരു കാലത്തായി സന്നിധിയിലെന്നു വന്നു ചേരുക ഓ എന്നെനിക്കെന്തു കണ്ടീരുമോ ഒരു കാലത്തായി സന്നിധിയിലെന്നു വന്നു ചേരുക സകല ജീവചിന്ത കഴിച്ചു സമസ്തപ്പോരു മദീന വഴിക്കു നിന്നാൽ വിളിച്ചു അതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാ ഒഴിച്ചു സകല ജീവചിന്ത കഴിച്ചു സമസ്തപ്പോരു മദീന വഴിക്കു നിന്നാൽ വിളിച്ചു അതിന്റെ ചിറകിൽ സുഖിച്ചു വസിക്കുവാ എന്നെനിക്കെന്തു കണ്ടീരുമോ ഒരു കാലം ഓ എന്നെനിക്കെന്തു കണ്ടീരുമോ ഒരു കാലം സന്നിധിയിലെന്നു വന്നു ചേരുക. നേരം വെളുക്കുന്നിടം വരെ പാടാൻ സന്തോഷമുള്ളവർ പാട്ട് പാടാം, കഷ്ടമനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. അപ്പോൾ ഓരോന്നിൻ്റെ സീസണുണ്ട്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ധ്യാനത്തിനായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-ാമത് വാക്യം. ജോവേൽ ചാപ്റ്റർ 2 വേഴ്സ് 12. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യവും 13-ാം വാക്യവും. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിയുവിൻ. സഹോദരങ്ങളെ, നാം വായിച്ച വചനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. ഒരിക്കലൊരു ദേവദാസൻ ക്ഷീണിതനായി പ്രസംഗം പറ്റി പറഞ്ഞു, ഞാൻ ഇരുന്ന് പ്രസംഗിച്ചോളാം. അപ്പോൾ വിശ്വാസികളിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്ന് കേട്ടോളാം. അപ്പോൾ നമ്മുടെ സൗകര്യമനുസരിച്ച് കേൾക്കാൻ ഉള്ള വചനമല്ലിത്. നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കണം വചനം കേൾക്കുമ്പോൾ. കൂടെ നടന്ന ശിഷ്യന്മാർ കണ്ണുകളെ യേശു നിരോധിച്ച് യാത്രാമധ്യേ അവരോട് പുനരുത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ
അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. അവരെത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ അവരവരുടെ കാഴ്ചയ്ക്ക് മറയുമ്പോൾ സ്തോത്രം അവർ പരസ്പരം പറയുകയാണ്, നാം അവനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ നമ്മളോട് തിരുവെഴുത്തുകൾ തെളിയിച്ചു തരുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിലും വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ കത്തലുണ്ടോ? സ്തോത്രം. ദൈവമായൊരു കണക്ഷൻ ഉണ്ടെന്നായി അർത്ഥം. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ആരും പറയാതെ ഉള്ളിൽ നിന്ന് സ്തോത്രം വരണം കേട്ടോ. ആരും സമ്മർദ്ദം തരാതെ. ആശയദാരിദ്ര്യം വരുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളല്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്കൂളുകളിൽ ഞങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, പങ്കുവയ്ക്കുമ്പോൾ, ഒരുമിച്ച് ഡിസ്കഷൻ ചെയ്യുമ്പോൾ പ്രസംഗങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഒരുപാട് ടൈപ്പ് പ്രസംഗങ്ങൾ. 5 മിനിറ്റിന്റെ പ്രസംഗം, 2 മിനിറ്റിന്റെ പ്രസംഗം, 10 മിനിറ്റിന്റെ പ്രസംഗം, അരമണിക്കൂറിന്റെ പ്രസംഗം, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സർമൺ പഠിപ്പിക്കും. അപ്പൊ എത്ര സർമൺ പറഞ്ഞാലും ആ കൊടുക്കുന്ന സമയത്തിന്റെ ദശാംശ സമയം അവിടെ ഇട്ടേക്കണം. അത് കഴിഞ്ഞ് അത്രയും മാത്രമല്ല, ഓരോന്നിനും എത്ര സ്തോത്രം പറഞ്ഞോ, അസ്ഥാനത്ത് എത്ര പറഞ്ഞോ. നമ്മൾ പറയത്തില്ലയോ, ദൈവമക്കളെ സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പൊ അതാർക്ക് പോയി? മനസ്സിലായോ? ഓ, സാത്താൻ ശക്തമായി പ്രവർത്തിക്കുന്നു. ഉടനെ ആമീൻ. ഈ മഹത്വത്തിന്റെ ഈ സ്തുതിയുടെ ശബ്ദം ഇവിടെ നിന്നാലും ഏത് ഭാഷക്കാരുടെയും ചെന്നാലും സ്വർഗത്തിൽ ചെന്നാലും 2 വേർഡിന് എല്ലാ ഭാഷയിലും ഒന്നേ ഉള്ളൂ. ഒന്ന് ആമേൻ, മറ്റൊന്ന് ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ ദൈവമക്കൾ ഉണ്ടോ എന്ന് അറിയാൻ ഉറക്കം ചെന്ന് ഒരൊറ്റ ഹല്ലേലൂയ പറഞ്ഞാൽ മതി. നമുക്കുള്ള ഒരാളെയും ഞങ്ങളൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടിനകത്തുനിന്ന് ഒരു ഹല്ലേലൂയ കേട്ടു. അപ്പൊ മനസ്സിലായി നമുക്കുള്ള സ്തോത്രം. ഈ ആത്മീയ ഭാഷ ഉപയോഗിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയേക്കാൾ മധുരമുള്ളവയാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. ഈ തിരുവചനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു വിശപ്പും ദാഹവും ഒക്കെ വേണം. ചില ബൈബിള് എത്ര മനോഹരമാണെന്നറിയാം. ഒരു അഴുക്കുമില്ല. അവയും മേടിച്ച പോലെ ഇരിക്കുക. കാര്യം എന്താ? കുമ്പനാടുന്ന് മേടിച്ചതിന് ശേഷം പിന്നെ അത് തുറന്നിട്ടില്ല. ചിലരുടെ ബൈബിളിന്റെ മധ്യഭാഗം മാത്രം ഇങ്ങനെ ഉന്തി ക്യാരി ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കൂട്ടിരിക്കും. കാര്യം എന്താ? അവർക്കൊന്നും സങ്കീർത്തനം മാത്രം മതി. അങ്ങനെയല്ല. ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ മേയണം. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ, ഞാൻ സ്പർജന്റെ 2200 പ്രസംഗങ്ങളുടെ ഒരു എൻസൈക്ലോപീഡിയ കോപ്പിറൈറ്റ് മേടിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്തു. ഇംഗ്ലീഷിലും മലയാളത്തിലും കോപ്പിറൈറ്റ് മേടിച്ച് ചില കുട്ടികളൊക്കെ നാട്ടിലിരിപ്പുണ്ട്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ കുറ്റിയെ കെട്ടിയിരിക്കുന്ന 66 സിംഹങ്ങളെന്നാണ്. സ്തോത്രം, സ്തോത്രം. മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഒരാത്മീയന്റെ സകല പോഷകങ്ങളുടെ കലവറയായ 66 മേച്ചിൽപ്പുറമായിരുന്നാണ്. സ്തോത്രം. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവെഴുത്തുകൾ എല്ലാം ദൈവനിശ്വാസീയമാണ്. അത് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് മാത്രമാണ്. ആമേൻ. ഈ വചനത്തിലൂടെ ആണ് ഒരു ഗവൺമെന്റ് നല്ലതുപോലെ ഭരിക്കണമെങ്കിൽ, ഒരു രാഷ്ട്രം നല്ലതുപോലെ ഭരിക്കണമെങ്കിൽ വേദപുസ്തകം വായിച്ചിരിക്കണമെന്നാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞത്. വോൾട്ടയർ പറഞ്ഞത് സ്ഫോടകാത്മകമായ ജീവസൃഷ്ടിയാണ്. ഇതിനെ എതിർക്കുന്ന ഏതൊന്നിനെ സ്വാധീനിക്കാൻ ഇതിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞു. അതേ മൂടി പറഞ്ഞത് ഇത് ആത്മപ്രേരിതമാണെന്ന് ഞാൻ അറിയുന്നു. കാരണം തിരുവചനം വായിക്കുമ്പോൾ അതിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ ആത്മീയ ജീവിതത്തിന് പച്ചിപ്പും പുഷ്ടിയും ഉണ്ടാകുകയുള്ളൂ. അകത്ത് വചനമുള്ളവൻ ആലയത്തിൽ ഒരു സ്തോത്രം പറഞ്ഞ സഭയിൽ തീ കത്തും. ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവത്തിൽ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചു തുടങ്ങുമ്പോൾ ഇരുട്ടിന്റെ അധികാരങ്ങളുണ്ട് ഇളകി പുറത്തു പോകും. രാത്രി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഭയങ്കര ശക്തിയുണ്ട്. ദൊറോട്ടാരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ 14 രാത്രി ഒരു മെത്തേഡിസ്റ്റ് ലൂതറൻ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. വിളിക്കാതെ തന്നെ ഓരോ മീറ്റിംഗ് കഴിയും തോറും ആളുകൾ കൂടി കൂടി വന്ന്, സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 7ാമത്തെ ദിവസമാണ് ഇങ്ങനെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ആ പള്ളിയുടെ നടുക്കിരുന്ന ഒരു സഹോദരൻ ഉറക്കെ അലറി ഒരു നിലവിളിച്ചു. ആ നിലവിളി തളിച്ച താണത്തോരെയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ പഴുതാരയുള്ളത് ആൻഡമൻസിലാണ്. 1.5 അടി നീളം വരെ ഉണ്ട് ചില വിളഞ്ഞ പഴുതാര. സ്തോത്രം. മഴക്കാലം ആകുമ്പോഴാണ് അതിനെ കൂടുതൽ അത് പെരുകി വരുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും
തിളച്ച വെള്ളം അടപ്പയിൽ വെച്ചേ കിടക്കത്തുള്ളൂ. കാരണം ഇതിനെ നേരിടാൻ ഇതുകൊണ്ടേ നടക്കത്തുള്ളൂ. അപ്പോൾ പ്രസംഗമധ്യേ അലറിക്കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാ ഹോ ഗയാ? അദ്ദേഹത്തിന്റെ പേര് സക്കായി. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, പാദ്രി സാബ് മുझे कल गुजरा खाता है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഴുതാര കടിച്ചു. പഴുതാര കടിച്ചാൽ പിന്നെ ഒരു ദിവസം ഫുള്ള് നെഞ്ചരപ്പ് അനുഭവപ്പെടും. എന്നെ കടിച്ചിട്ടുണ്ട്. ഒരു രാത്രി ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നിന്നെ പഴുതാര കടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ. നെറ്റെല്ലാം കെട്ടി ഞങ്ങൾ കിടക്കുകയാണ്. പത്ത് രാത്രിയായപ്പോൾ ഒരു കൊച്ചറിന് എന്നെ കടിച്ചു. ഞാൻ പറഞ്ഞു, എഴുന്നേക്കടി, എന്നെ പഴുതാര കടിച്ചു. വൈകുന്നേരം കണ്ട വെളിപ്പാടിൻ്റെ ഓർമ്മയാണ് അടങ്ങി അവിടെ കിടക്കാൻ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ചില വേദന സൗരന്മാരെ ഉണ്ടാകുമ്പോൾ അവർ ഇറങ്ങി അവിടെ കിടന്നു. സ്തോത്രം. നോക്കിയപ്പോൾ നെറ്റിന്റെ മേളിൽ ഇരിപ്പുണ്ട് ആള്. തല്ലിക്കൊന്നു. സക്കരിയ അരെ സക്കായിയോട് ഞാൻ പറഞ്ഞു, അരെ നീ തെര ഹാത്ത് ഉടക്കെ ജോർ സെ ബോലോ ജി ഹല്ലേലൂയ. അവനോട് പറഞ്ഞത്, നിന്റെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. അവന്റെ മരണപ്രാളത്തിൽ സ്തുതിച്ച സ്തുതിയൊന്നും മറക്കാനൊക്കത്തില്ല. ഉച്ചത്തിൽ ഒരു സ്തുതി സ്തുതിച്ചു, പിന്നെ അനക്കമില്ല. ഞാൻ ചോദിച്ചു, ക്യാ ഹോ ഗയാ, കൈസാ ഹൈ? ओ कंदुरिंजरा का पेन अभी चला गया, दर्द चला गया. अब बोलने लग रही हो, हालेलुया, मुझे चंगाई किया है. हालेलुया, എന്നെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിന്റെ അകത്തുനിന്ന് സ്തുതി വന്നാ ചില കോട്ടകൾ പൊളിഞ്ഞു വീഴാൻ അത് മതിയാകും. സിമ്പിളായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനെ തുടർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, ഇന്ന് രാത്രി നിന്റെ വേദനകൾക്ക് ശമനം വരാൻ സ്തുതി എന്ന മേലാണ് എടുക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോട് അകരം തുറന്ന് അല്പസെക്കൻഡുകൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാണ്. സന്നിധിയിലിരിക്കുമ്പോൾ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഉള്ളിൽ നിന്ന് അത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. ഭൂട്ടാനിൽ പാസ്റ്റർ PS ശാമുവേൽ എന്ന ദൈവദാസൻ, വാരിയാപുരം യോനാച്ചായന്റെ സഹോദരൻ, താനിങ്ങനെ ഭൂട്ടാനിൽ പ്രസംഗിക്കുകയാണ്. ഭൂട്ടാനിൽ പ്രസംഗിക്കുമ്പോൾ ഒരു സുവിശേഷ വിരോധി വരുന്ന വഴിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ ഒരു വലിയ കല്ലുമായി മരത്തിൽ കയറി. വരുന്ന വഴിക്ക് തലക്കിട്ട് കൊല്ലാൻ വേണ്ടിയാണ്. പക്ഷേ PS ശാമുവേൽ പാസ്റ്റർ നേരിട്ട് ഞങ്ങളുടെ അവിടെ ഗാന്ധി ഡാമിൽ വന്ന് അദ്ദേഹം കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ, എന്നൊക്കെ 37 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പ്രസംഗമധ്യേ പറഞ്ഞ കാര്യമായത്. സ്തോത്രം. അതെങ്ങനെ പ്രസംഗമധ്യേ ഇങ്ങനെ ഉറക്കെ ആത്മനിയോഗം വന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, ബോലോ ജി ഹല്ലേലൂയ. അതെ, കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ ജനം ഒന്നിച്ച് സ്തുതിച്ചു. ഇടിമുഴക്കം പോലെ അവിടെ മുഴങ്ങിയ ആ സ്തുതിയുടെ ശബ്ദത്താൽ ഭയന്നിട്ട് ആ ഡാക്കുവിന്റെ കള്ളന്റെ കയ്യിൽ നിന്ന് കല്ല് താഴെ വീണു. ഹലോ, എന്നെ എറിയാനും കൊല്ലാനും ആക്രമിക്കാനും ഉപദ്രവിക്കാനും ശത്രു എവിടെ എന്തുയർത്തിപ്പിടിച്ച് കച്ചകെട്ടിയിരുന്നാലും നീ ദൈവസന്നിധി വചനം കേൾക്കുമ്പോൾ അവന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ബാക്കിയെല്ലാം ഇടിഞ്ഞ് താഴെ വീണോണ്ടിരിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നിനക്കെതിരായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനോട് നന്ദി പറയാൻ പറ്റുമോ? രാത്രി അപ്പനെ നന്ദിയോട് സ്തുതിച്ചാണ്. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്ന് പറഞ്ഞ് സ്തുതിക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും PS ശാമുവേൽ പാസ്റ്റർ പറഞ്ഞു, ബോലോ ജി ഹല്ലേലൂയ. വീണ്ടും സ്തുതിച്ചു. താഴെ വീണു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ ഈ കൊല്ലാൻ വേണ്ടി എടുത്തു വെച്ച കല്ലും എടുത്ത് ചാക്കിനകത്ത് താഴെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നു. ആ കൊള്ളക്കാരൻ അങ്ങ് രക്ഷിക്കപ്പെട്ടു. താഴ്മയോട് പറയട്ടെ, ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ സ്തോത്രത്തിന് ശക്തിയുണ്ടോ? സ്തുതിക്ക് ശക്തിയുണ്ടോ? ഹല്ലേലൂയയ്ക്ക് ശക്തിയുണ്ടോ? ഇന്ന് രാത്രി നീ ദൈവസന്നിധിയിൽ പറയുന്ന ഓരോ സ്തുതി
സ്തോത്ര വാക്കുകൾക്കും ദൈവത്തിന് ശക്തിയുണ്ട്. വചനം പറയുന്നത്, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഒരു കാളയുടെ വില എത്ര? ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്തോത്രത്തിന് അത്രമാത്രം വിലയുണ്ട്. യോവേൽ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനതയോട് സംസാരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഇസ്രായേൽ ജനതയുടെ, പഴയ നിയമം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ കുടുംബ ചരിത്രമാണ്. സ്തോത്രം. അവരുടെ ജീവിതത്തിന്റെ ലൈഫ് സർക്കിൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറെ നാൾ ദൈവത്തെ സേവിക്കും, പിന്നെ അവർ തെറ്റിപ്പോകും. അവർ സെറ്റിൽമെന്റ് ആയി കഴിയുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വരുമാനം, സമൂഹത്തിൽ ഒരു സ്റ്റാറ്റസ്, അവരുടെ തലമുറയ്ക്ക് ഒരു അഭിവൃദ്ധി, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഇവൻച്വലി അവർ ദൈവത്തോടുള്ള കൂറ് വിടും, താല്പര്യം വിടും. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരാധന എന്ന് കേൾക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിലേക്ക് ഓടിയെടുത്ത ഹൃദയം മന്ദഗതിയിലാകും. കൃപയുടെ ബഹുത്വത്താൽ വന്നവൻ ആളുകളെ വിമർശിച്ച് വരാൻ തുടങ്ങും. ആത്മനിയോഗത്താൽ വന്നവൻ പൊങ്ങച്ചത്തി വരാൻ തുടങ്ങും. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സ്തോത്രം. ആലയത്തെ കുറിച്ച് എരിവുണ്ടായിരുന്നവൻ ആമേൻ ഇവിടം ശരിയല്ല, ഇവിടം ശരിയല്ല എന്ന് നിൽക്കുമ്പോൾ തന്നെ ആളുകളോട് പറഞ്ഞു തുടങ്ങും. ഇന്ന് രാത്രി എവിടെയെങ്കിലും സാത്താന്റെ വിത്ത് നമ്മുടെ അകത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അത് പുറത്തെടുത്തിട്ട് പറയണം, നിർത്തിയ സ്ഥലത്ത് ചേർന്ന് നിൽക്കുവാൻ, ഏകാത്മാവിൽ നിൽക്കുവാൻ, ഐക്യതയോട് നിൽക്കുവാൻ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിൽക്കുവാൻ, ആത്മാവിന്റെ നിയോഗത്തിൽ നിൽക്കുവാൻ, പിരിയുവാനല്ല, ഇടറിപ്പോകാനല്ല, ചിതറിപ്പോകാനല്ല, ഗ്രൂപ്പുകൾ ഉണ്ടാകുവാനല്ല. ഏകാത്മാവിനാൽ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ഉയർത്താൻ കഴിയും. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? എന്റെ സഹോദരങ്ങളെ, നമുക്ക് ചിലപ്പോഴൊക്കെ ചില അബദ്ധ ചിന്തകൾ വരും. എന്താണെന്നറിയാമോ? കർത്താവിന്റെ സന്നിധിയിൽ അഭിഷിക്തന്മാരിലൂടെ പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരിലൂടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കും പ്രതീക്ഷകൾക്കും താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കും ഒക്കെ അനുസരിച്ച് നമ്മൾ പെതുക്കെ അങ്ങ് മൂവ് ചെയ്യും. ലോകത്തിൽ എല്ലാവരെയും കളിപ്പിക്കാം, പക്ഷെ അത്യുന്നതനെ മാത്രം കളിപ്പിക്കാൻ പറ്റുകയില്ല. കൂട്ടുവീഴും. ഒരിക്കലും കര കയറാൻ കഴിയാത്ത കറക്റ്റ് ലോക്കിനകത്ത് നീ വീഴും. നിയമത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല, വൈദ്യശാസ്ത്രത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല, നിന്റെ ഇട്ടപണം എടുക്കാനും പറ്റത്തില്ല, ഒരാൾ നിനക്ക് അനുകൂലമായി വരത്തില്ല. എന്താ കാര്യം? അവന്റെ കൈ പ്രതികൂലം ആയാൽ, അവൻ അടച്ചു കഴിഞ്ഞാൽ, അവൻ മുഖം തിരിച്ചു കഴിഞ്ഞാൽ, നീ അവങ്കിലേക്ക് തിരിയോളം അവൻ മുഖം മറച്ചിരിക്കും. എന്നാൽ ഏത് തകർച്ചയിലും പിന്മാറ്റത്തിലും അവൻ ദൈവത്തിൽ നന്യപ്പെട്ടു പോയവനായാലും ബോധത്തോടെ പോരാ, സ്വബോധത്തോടെ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് അലറിക്കരഞ്ഞടുക്കാൻ തിരിഞ്ഞ നീ അടുത്തു വരുന്നതിനേക്കാൾ വേഗത്തിൽ അവൻ ചേർത്ത് പിടിക്കാൻ അടുത്തു വരും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. ഇതാ ദൈവത്തിന്റെ സ്നേഹം, ഇതാ ദൈവത്തിന്റെ ഹൃദയം, ഇതാ ദൈവത്തിന്റെ ഭാവം. അവർ സെറ്റിലായി കഴിഞ്ഞപ്പോൾ സ്തോത്രം, അവരുടെ ഇഷ്ടങ്ങളുടെ പുറകെ അവർ പോകാൻ തുടങ്ങി. ലോകപ്രകാരം അവർ പലതും വാഞ്ചിക്കാൻ തുടങ്ങി. ദൈവിക ഭരണത്തിൽ നിന്നും ദൈവാധിപത്യത്തിൽ നിന്നും അവർ പെതുക്കെ മാറാൻ ആഗ്രഹിച്ചു. മനുഷ്യാധിപത്യം അവർ ആഗ്രഹിച്ചു. ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഞാനാണ് ഇവരുടെ രാജാവ്. പക്ഷേ അവർക്കത് പോരാ. ശോഭനോട് പറഞ്ഞു, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടതിനെ അവരെ തെരഞ്ഞെടുക്കട്ടെ. സൈസത്താലിനെ തെരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടതിന് തന്നെ ദൈവം കൊടുത്തു. സ്തോത്രം. ഒന്നാമത്തവനെ അഭിഷേകം ചെയ്തെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ അവൻ പ്രവാചകന്മാരെ കൊല്ലാൻ തുടങ്ങി. ശ്രദ്ധിക്കുന്നുണ്ടോ? പുരോഹിതന്മാരെ കൊല്ലാൻ തുടങ്ങി. ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ കയറി ചെയ്യാൻ തുടങ്ങി. ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് രാത്രി ഞാൻ ഭയത്തോടെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്ന് രാത്രി ആവലോടുകൂടെ വിറയലോടുകൂടെ വേണം നാം ദൈവത്തിന്റെ വചനം കേൾക്കാം. നാം ദൈവകൃപയിൽ വന്നെങ്കിലും പലപ്പോഴും വീട്ടിൽ സമാധാനമില്ലല്ലോ. സത്യമല്ലേ? എന്തുകൊണ്ടാ? ലോകത്തിൽ കേൾക്കുന്ന വചനം മാത്രം മതി നമുക്ക്. പേഴ്സണലി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ട് സമാധാനമില്ല? നിന്റെ വചനത്തോട്, നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക്, ബാക്കി പറ,
ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ബാക്കി പറ, പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഇല്ലായ്മയിലാണെങ്കിലും തിരുവെടുത്തുമായി നീ ദൈവസന്നിധി ഇരുന്നാൽ നിന്റെ പ്രശ്നം പുറത്തു നിൽക്കുന്നതിനെ അലട്ടാൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര നിയമക്കുരുക്ക് നിന്നെ വെട്ടി വിഴുങ്ങാൻ വന്നാലും വചനമകത്തുണ്ടെങ്കിൽ ദൈവം ഒരു സൊല്യൂഷൻ ഒപ്പിക്കും. നീ വിഷയത്തിന് ഇറങ്ങിയില്ലെങ്കിലും നിനക്ക് വേണ്ടി ആരെങ്കിലും എഴുന്നേൽപ്പിച്ചിറക്കും. അതിനോട് സ്വതന്ത്രം ചെയ്യണം, സ്വതന്ത്രം ചെയ്യണം, സ്വതന്ത്രം ചെയ്യണം. ഓ ഹല്ലേലൂയ. ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിലെ തമ്പുരാന്റെ കൺമണികളാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. നിങ്ങളെ തൊടുന്നവൻ, എന്റെ കൃഷ്ണമണിയെ തൊടുന്നവനാണ്. ഈ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്ന വേറെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഹലോ, നിങ്ങളുടെ ID കാർഡ് കാണിച്ചെങ്കിലേ അകത്ത് കയറാനൊക്കെ. പക്ഷെ തമ്പുരാൻ പറയും, എന്റെ ഉള്ളങ്കയിലാണ് നീ ഇരിക്കുന്നത്. ദൈവത്തിന്റെ ഉള്ളങ്കയിൽ നള്ളിപ്പറിക്കാൻ ആർക്കേലും പറ്റുമോ? ഈ പരിപാലനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? വചനം പറയുന്നു, ഞാനവർക്ക് തീമതിലായിരിക്കും, ഞാനവർക്ക് പട്ടാളമായിരിക്കും, ഞാനവർക്ക് മുൻപടയായിരിക്കും, ഞാനവർക്ക് പിൻപടയായിരിക്കും. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി അവിടെ തന്നെയായിരിക്കുന്നത്, അവിടെ തന്നെയായിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ ആഗ്രഹം എന്താ? തന്റെ മക്കൾ എപ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടേ. ദൈവമായിട്ടുള്ള സഹിത്വം. അവർക്കിടെ നമ്മൾ അല്പകാലമല്ല ഉള്ളൂ. ഇവിടെ ഉണ്ടെന്ന് അഭിമാനിക്കുന്നതൊന്നും മേളിലോട്ട് പോവുകയല്ലോ. ഉള്ളതെല്ലാം ഒരു കാറ്റിനും വിളിക്കുന്നുമല്ല ഉള്ളൂ. ഹലോ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവമേ, ഈ കൈ വിറയ്ക്കാതെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ്. കാരണം എൻ്റെ ഫാദറിന് സ്ട്രോക്ക് വന്നപ്പോൾ പിന്നെ വെള്ളം എടുക്കാൻ പറ്റിയില്ല. സ്തോത്രം. എനിക്ക് സ്ട്രോക്ക് വന്ന് കിടന്നപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോയി. 50-ലധികം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തുണ്ട്. ഒരെണ്ണം താളം തെറ്റിയാൽ എല്ലാം തെറ്റിയില്ലേ? നാക്കിൻ്റെ രുചി പോയാൽ പോയില്ലയോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ആരോഗ്യം തന്ന ദൈവത്തെ. നിറത്തിൽ പ്രശംസിക്കാനുണ്ടോ? കുലത്തിൽ പ്രശംസിക്കാനുണ്ടോ? കുടുംബത്തിൽ പ്രശംസിക്കാനുണ്ടോ? പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. മനുഷ്യന്റെ അകൃത്യ നിമിത്തം അവൻ അവരെ ബന്ധനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവന്റെ സൗന്ദര്യത്തെ പുഴു പോലെ ശയിപ്പിക്കുന്നു. ആയിരങ്ങളെ പതിനായിരങ്ങളെ കൂട്ടമായി ആഴമുള്ള കുഴികളെടുത്ത് മൂടിയ ചരിത്രം ഇന്നലകളിൽ നമ്മളെ ഉപദേശിച്ചു. നമുക്ക് ഭയത്തോടെ ദൈവത്തെ സേവിക്കാം. ഒരു ദിവസമേ സേവിച്ചുള്ളെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, ആത്മാർത്ഥതയോടെ, ഒരു കൂട്ടായ്മയ്ക്ക് വന്നുള്ളെങ്കിലും ആത്മാർത്ഥതയോടെ, 10 മിനിറ്റ് പാടിയുള്ളെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന്, 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയുള്ളെങ്കിൽ അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നതെല്ലാം 100% പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം സ്നേഹത്തിലും ആത്മാർത്ഥതയിലും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അവർ പിന്മാറ്റത്തിൽ പോകുന്നതിനനുസരിച്ച് ദൈവം അവരുടെ പുറകെ പോയി. എന്തോ ഒരു സ്നേഹമുള്ള ദൈവം. ദൈവം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ ദൈവത്തിൽ നിന്ന് നാം അകലുമ്പോൾ അത് പിന്മാറ്റമായിട്ടാണ് കാണുന്നത്. ആ പിന്മാറ്റത്തെ ഒരു രോഗമായിട്ടാണ് കാണുന്നത്. അതിന് ചികിത്സ ആവശ്യമാണ്. ആണോ? ആണ്. നമുക്ക് നോക്കാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ. അപ്പൊ പിന്മാറ്റം ഒരു രോഗമാണ്. പനി വന്ന വായിക്ക് കയ്പാണല്ലോ. ഇതുപോലെ ഈ പിന്മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ വേദപുസ്തകം അടുത്തിരുന്നാലും തൊടാൻ തോന്നുന്നില്ല.
എത്ര കൂവി പ്രസംഗിച്ചാലും ഇതൊന്നും തൊടത്തില്ല, കേൾക്കുന്നില്ല. ഇതൊന്നും കെല്ലിയൻ കൂട്ടാക്കില്ലെന്ന് വചനത്തിൽ കാണുന്നത് പോലെ ഇതൊന്നും കാര്യമാകത്തില്ല. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? പൊസിഷൻ, സൗന്ദര്യമുള്ള ഭാര്യ, ആരോഗ്യമുള്ള ഭർത്താവ്, പഠിക്കുന്ന മക്കൾ, ഇട്ടിരിക്കുന്ന ബാങ്ക് ബാലൻസ്, നാട്ടിലെ ഷെയറുകൾ, വാരിക്കൂട്ടിയ കാര്യങ്ങൾ. ഞാൻ വളരെ പേടിച്ചായി ഇതൊക്കെ കുറിച്ച് പറയുന്നത് കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, പുരാതന സമ്പത്തുകളും നന്മയും ശ്രേഷ്ഠതയും മാത്രമല്ല ആത്മീയം. ധനവും മാനവും പുരാതന സമ്പത്തും അല്ല ആത്മീയം. ആത്മീയന്റെ പുറകെ ഇത് വരുമെന്നുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ പറയാറുണ്ട്, വരിക്കച്ചൊക്കെ വഴുത്താൽ അണ്ണാൻ വരാൻ വേണ്ടി ഉപസിക്കൊന്നും വേണ്ടാന്ന്. അത് പുറകേ വന്നോളും. യഹോവ ഇടയനാണോ? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാലും പുറകെ വരും. എന്റെ ദൈവത്തിന്റെ പുസ്തകം അങ്ങനെയാ പറയുന്നത്. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? സ്തോത്രം. ഈ കർത്താവ് എന്നോട് അരുളി ചെയ്യുന്ന വചനം അതങ്ങനെ നിവൃത്തിയാകുമെന്ന് അനേക അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ, ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ എന്നോട് പറയും, പാസ്റ്ററെ ഇന്ന ഭാഗവും കൂടെ ഒന്ന് തൊട്ട് പറയണേ. ഞാൻ എന്നോട് പറയും, സഹോദരൻ പോയി പ്രസംഗിച്ചു, അല്ലെ ദൈവദാസൻ അതങ്ങ് പ്രസംഗിച്ചു. കാരണം എന്നെ വിട്ടപ്പോൾ എനിക്ക് എള്ളപ്പാട് തന്നാ വിട്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ആരുടെയും സമ്മതത്തിലും നിർബന്ധത്തിലും പ്രസംഗിക്കാൻ എന്നെ കിട്ടത്തില്ല. എന്നെ ദൂരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസ്താവിക്കും. സ്തോത്രം. എനിക്കറിയാം അതെന്റെ കണ്ണാലെ കാണും. കാരണം വചനം കണ്ടത് ശരിയാണെങ്കിൽ നിവർത്തിക്കേണ്ടതിന് ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. അമ്മേ, ഈ കഴിഞ്ഞ 3 സെഷനിലും ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താണ്. ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠമായ മർമ്മങ്ങളെ കുറിച്ച് അത് ഞാൻ സംസാരിപ്പാനിടയായി തീർന്നു. അതിലെത്തന്നെ ചെയ്തവർക്കെല്ലാം വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നമ്മൾ തിരുവഴുത്തിൽ കാണുന്നു, പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അപ്പൊ അതൊരു രോഗമാണ്. ചിലർ യോഗം വെക്കുന്ന എന്താ? വ്യക്തിപരമായ വിടുതലുകൾ, ഭവനത്തിന്റെ വിടുതലുകൾ, വിസ, ജോലി, വഴി, മുഖാന്തരം, ഇതെല്ലാം സഹോദരങ്ങളെ ഇതിനെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ദൈവഹിതപ്രകാരം ജീവിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നീ ക്രിസ്തുവിന്റെ പത്രമായി തീരാനാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നീ ക്രിസ്തുവിന്റെ വിളക്കായി തീരാനാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. കാരമുള്ള ഉപ്പായി മാറേണ്ടതിനാണ് അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ സുഗന്ധമായി മാറേണ്ടതിന് വേണ്ടിയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അതോടുകൂടെ നിന്റെ പുറകെ വരേണ്ട തലമുറയുടെ വിഷയം നീ പ്രാർത്ഥിച്ചില്ലേലും തുറക്കേണ്ട വാതിൽ തുറന്നു വരും. ഒന്നടഞ്ഞെങ്കിൽ നീ സ്തോത്രം ചെയ്തോ, ബെറ്റർ അപ്പുറത്ത് ഓപ്പൺ ആയി കഴിഞ്ഞു. അതിനോട് സ്തോത്രം ചെയ്യാമോ? അതിനോട് സ്തോത്രം ചെയ്യാമോ? അതിനോട് സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സ്തോത്രം ദൈവാത്മാവിനോട് പറഞ്ഞ വചനം ഹബക്കൂക്കിന്റെ പുസ്തകം ഒടുവിലത്തെ അധ്യായം, ഒടുവിലത്തെ വാക്യങ്ങളാണ്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവഴിയിൽ എടുത്ത് വായിച്ചാട്ടെ, അനുഭവം ഉണ്ടാകുകയില്ല. പിന്നെ ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ശ്രദ്ധിക്കണേ, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എന്നെ പ്രസംഗിക്കാൻ പഠിച്ച സാമ്പാസ് പശുവിന്റെ ഫാമിനകത്ത വചനവെളിപ്പാട് വന്നതെന്താ? ഗോശാലകളിൽ. എനിക്ക് തോന്നി ആ മനുഷ്യൻ എന്നെ കൊല്ലുമെന്ന്. ഹലോ, കേൾക്കുന്നുണ്ടോ? 7 വർഷം ജർമ്മനിയിൽ താമസിച്ച അദ്ദേഹം. സ്തോത്രം. ഞാൻ വചനം ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ വാക്യം വായിച്ചിട്ട് ചോദിച്ചു, ഈ വീട്ടിലെ ഗ്രഹനാഥനെത്തി പുറത്തെപ്പോൾ? ഞാൻ പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ്, ഇവിടെ ഒരൊറ്റ പശു ശേഷിക്കുകയാണ്. കേൾക്കുന്നില്ല. ഇവിടുത്തെ തൊഴുത്ത് കാണത്തില്ല. ഇവിടുത്തെ കട്ടിങ്ങെല്ലാം എടുത്തു മാറ്റുന്ന സമയം വരും. സ്തോത്രം, സ്തോത്രം. മെസ്സേജ് കേട്ടപ്പോൾ ആകപ്പാടെ ആളുകൾ ഭയന്നു. ഈ മനുഷ്യൻ എന്തോ ആയി വിളിച്ചു പറയുന്നത്? ആത്മാവ് പറഞ്ഞു, സ്വത്തല്ല വലുത്, നിന്റെ മടങ്ങി വരുവാ. സ്വത്രം ചെയ്തില്ല. സ്വത്രം, സ്വത്രം, സ്വത്രം. നീ മടങ്ങി വരുവാ.
തിരിച്ചു വരുവോളം. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, 3-ാം വാക്യം 1:3 പറയുന്നത് ഇങ്ങനെയാണ്: എന്ത്? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. എന്താ? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. അടുത്തത് വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. അടുത്തത് നോക്കുക, തുള്ളനെ കുറിച്ചും വെട്ടുക്കിളിയെ കുറിച്ചും വിട്ടിലിനെ കുറിച്ചും പച്ചപ്പുഴുവിനെ കുറിച്ചും. എന്താ? ദൈവത്തിൽ നിന്ന് തന്റെ ജനം അകന്നപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവരിൽ നിന്ന് അകന്നു. ദൈവമക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് തന്റെ ജനം അകന്നപ്പോൾ ദൈവം വെച്ച എല്ലാ ഫെസിലിറ്റിയും അങ്ങ് വിഡ്രോ ചെയ്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ താഴ്മയോടും ഭയത്തോടും വിളിച്ചു പറയാം, ഈ കൃപയിൽ വന്നതിന് ശേഷം അത്യുന്നതൻ നിന്നെ മാനിച്ചതിന്റെ ഓരോ പെനിയുടെയും ഓരോ വിൽസിന്റെയും ഓരോ ദറംസിന്റെ കണക്ക് എന്റെ ദൈവത്തിനറിയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്നയോളം കൊണ്ടുവന്ന ദൈവം നിന്റെ മുഖത്തെ ആദരിച്ചതും നിന്നോട് ദയ തോന്നുമാറാക്കിയതും നിന്നോട് മനസ്സലിയുമാറാക്കിയതും നിന്നോട് കരുണ കാണിച്ചതും അവൻ മറന്നിട്ടില്ല. നമ്മൾ മറക്കും, അവൻ മറന്നിട്ടില്ല. അവർ സമൃദ്ധിയിൽ വിളഞ്ഞ് ശ്രേഷ്ഠത അനുഭവിക്കുന്ന സമയം വാതിക്കലോളം ആകാറായപ്പോൾ ഈ 4 സൈന്യത്തെ പറഞ്ഞങ്ങ് വിട്ടു. അവരുടെ ഡ്യൂട്ടി ദൈവം സ്കെഡ്യൂൾ ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? ആദ്യത്തെ ടീമിനെ ദൈവം വിട്ടു. ആരെയാ? തുള്ളനെ വിട്ടു. അവരടിച്ചങ്ങ് പോയി. അടുത്ത ടീം റെഡിയായി നോക്കിയ മറ്റവര് എന്ത് ചെയ്യാ? അവര് ഓരോ കൊടുക്കാൻ റെഡിയായിരിക്കുക. ആ ടീം കഴിഞ്ഞു, അവര് പോയി. അടുത്ത 3-ാമത്തെ ടീം വന്നു. ആരാ? വിട്ടിൽ വന്നു. പിന്നെ അവര് കഴിഞ്ഞേച്ചു പോയപ്പോഴേ പച്ചപ്പുഴു, 1ഉം 2ഉമല്ല, ദശലക്ഷക്കണക്കിന്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന്റെ സൈന്യത്തെ ദൈവം പലയിടത്തും അയക്കാറുണ്ട്. അന്നും അയച്ചിട്ടുണ്ട്, ഇന്നും അയച്ചിട്ടുണ്ട്, നാളെയും അയക്കും. എന്തിനാ? നശിപ്പിക്കാനല്ല. കുഞ്ഞേ, നീ അനുഭവിക്കുന്ന സ്വത്ത് ദൈവത്തിന്റെ ദാനമല്ലയോ? നീ അനുഭവിക്കുന്ന കുടുംബജീവനം ദൈവം തന്നതല്ലയോ? നീ പ്രശംസിക്കുന്ന മക്കൾ അവൻ ഉദരത്തിൽ മെനഞ്ഞെടുത്തതല്ലയോ? എന്തിനാ പ്രശംസിക്കാൻ? എന്തിനാ പുകഴാ? ഇന്ന് രാത്രിയിൽ ആദരം തുറന്ന് പറയാമോ? അപ്പാ തിരിച്ചു വരികയാണ്, മടങ്ങി വരികയാണ്, നിന്നിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. കരങ്ങൾ ഉയർത്തി എന്റെ ദൈവത്തിന് നന്ദി പറയാമോ? പട്ടണത്തിലിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ താല്പര്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്വിമ്മിംഗ് പൂൾ ട്രെയിനിങ് കൊടുക്കാനാണ്. അദ്ദേഹം അത് പറയുമ്പോൾ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ കാണുക അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഞാൻ പറഞ്ഞാ സ്വിമ്മിംഗ് പൂൾ പണിയത്തില്ല, താമസിയാതെ വീൽ ചെയറിൽ ഇരിക്കുക. അദ്ദേഹം ഭയങ്കര ശരീരമുള്ളൊരു മനുഷ്യൻ, എടുത്തതോട് ചിരിച്ചു. നല്ല മനുഷ്യനാണ്. ഞാൻ ചിരിച്ചു. വീൽ ചെയറിലിരിക്കുമ്പോൾ വിളിക്കണേ. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഫാമിൽ കുളമ്പ് രോഗം ബാധിച്ചു. നിന്നതപ്പിൽ നിരവധി പശുക്കൾ ചത്തു വീണു. ബാക്കിയുള്ളതിനെ വയനാടിന് കൊടുത്തു. അടുത്ത ചില ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഷാജി പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞാണ്. ഉടനെ എന്നോട് ദയാത്മ പറഞ്ഞു, വീൽച്ചെയറിലിരിക്കുക. പണിക്കടിച്ച വീൽച്ചെയറിലല്ലയോ? ആര് പറഞ്ഞു? നമ്മൾ ദയാത്മ പറഞ്ഞു. അതെ, അവരുടെ വീട്ടിൽ ചെന്നാൽ മനോഹരമായ ഒരു ആലയം പണിതിട്ടുണ്ട്. അനേകം ആത്മാക്കൾ അവിടെ കടന്നു വന്നിരിക്കുന്നു. കുഞ്ഞേ, ദൈവഹിതത്തിന് തടസ്സം എന്റെ ജീവിതത്തിലാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ എന്തുണ്ടെങ്കിലും വിത്തൗട്ട് എനി പെർമിഷൻ മുറിക്കും. അത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ തകർക്കാനല്ല,
നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ജനിക്കാൻ അനുവദിച്ച നിന്റെ മേൽ ദൈവം ഒരു പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആടിപ്പാടി കൊട്ടിച്ചാടി അവൻ ആർഭാടമായി ജീവിച്ച് അവസാനിക്കല്ല. നീ അനുഗ്രഹിക്കപ്പെടണം, നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണം, നീ വിടുവിക്കപ്പെടണം, നിന്റെ കുടുംബം വിടുവിക്കപ്പെടണം, നിന്റെ തലമുറ വിടുവിക്കപ്പെടണം. നീ ഒരു യഹോവ ഭക്തനായി ജീവിച്ച് മരിക്കണം. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ധാരാളം കടബാധ്യതകൾ അവർക്കുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ജിപ്പ് ചെയ്യാൻ പലരും വരും, നോട്ടീസ് ഒട്ടിക്കും. അവര് തന്നെ പറയും കുറച്ച് കഴിയുമ്പോൾ കീറി കളഞ്ഞേക്കാൻ. അതുകൊണ്ട് എന്താണെന്നറിയോ, പലരും പല ആക്ഷനും എടുക്കാൻ ആഗ്രഹിച്ചു വരും. പക്ഷെ ഇവിടെ വരുമ്പോൾ നടക്കത്തില്ല. എന്താ? നീ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിനക്കെതിരായ എന്ത് ശക്തി, എന്ത് വ്യക്തി, ഏത് സൈന്യം, ഏത് പ്രശ്നം എവിടെ എഴുന്നേറ്റാൽ അവൻ കാവൽപ്പെട്ടാളായി ചുറ്റും നിൽക്കും. ഹല്ലേലൂയ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും അവൻ ഭൂതലം അതിന്റെ നിവാസികൾ അവനുള്ളതാണെങ്കിൽ അവന്റെ ഹിതത്തിലേക്ക് നാം മടങ്ങി വന്നു കഴിയുമ്പോൾ, നീ അവന്റെ ട്രാക്കിലെത്തി കഴിയുമ്പോൾ ഇടപെടേണ്ടവരോട് ദൈവം ഇടപെടും. ചികിത്സ ആവശ്യമായി വരുന്നു. ദൈവം ആഹ്വാനം കൊടുക്കുകയാണ് തിരിച്ചു വരാൻ. പലപ്പോഴും തിരിച്ചു വരാൻ അവരോട് ആഹ്വാനം ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ചിന്തിക്കുന്നത് എവിടെയാ തിരിച്ചു വരണ്ടേ? യഹോവയുടെ ആലയം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ, നല്ല ചർച്ച ആണല്ലോ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലേ, ഇസ്രായേൽ മക്കളല്ലേ, പിന്നെ എവിടാ തിരിച്ചു വരണ്ടേ? ഞങ്ങൾ കനാൻ നാട്ടിലല്ലേ താമസിക്കുന്നത്, പിന്നെ എവിടാ തിരിച്ചു വരണ്ടേ? പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ പെന്തിക്കോസിൽ ജനിച്ചതിന്റെയും അഭിഷേകം പ്രാപിച്ചതിന്റെയും സ്നാനപ്പെട്ടതിന്റെയും ഒത്തിരി ദൈവദാസന്മാരെ സഹായിച്ചതിന്റെയും സപ്പോർട്ട് ചെയ്തതിന്റെയും കൈത്താങ്ങൽ ചെയ്തതിന്റെയും ഒക്കെ ഹിസ്റ്ററി പറയാൻ നമുക്ക് കാണാം. പക്ഷേ അതൊന്നുമല്ല, അതൊക്കെ തന്നിട്ടാ ചെയ്തത്. ഉയരത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കാൻ ഞാനല്ലയോ നിങ്ങൾക്ക് ശക്തി നൽകിയെന്ന് തിരുവെടുത്ത് പറയുന്നത്. അതിനപ്പുറത്ത് നമ്മളിലൂടെ നടക്കേണ്ട മഹത്തായ ദൈവഹിതമുണ്ട്. ഇവിടെ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് മാനസികമായി ഹൃദയത്തിൽ തട്ടുന്ന ഒരു പ്രയാസമുണ്ടായാൽ സാധാരണ ചെയ്യുന്ന ഒരു പതിവാണ് അവരുടെ സ്വന്തം വസ്ത്രം വലിച്ചു കീറും. അത് അവരുടെ ദുഃഖത്തിന്റെ പ്രകടന ദൃശ്യമാണ്. ഇവിടെ ദൈവം പറയുകയാണ്, ഇത് ധാരാളം കീറിയത് ഞാൻ കണ്ടു, ഇനി അതല്ല കീറേണ്ടത്. അതെ, ഈ പുറമേ ഉള്ള കീറലെല്ലാം നിർത്തണം. ഹലോ, അകമേ കയറണം. ഓ ജീസസ്, ഹല്ലേലൂയ. അകത്തുനിന്ന് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. തിരുമേനി മുഴുവൻ ഉഴവുചാലായി ഘോരമാം പീഡയിൽ കഠിനവേദനയിൽ. തിരുമേനി മുഴുവൻ ഉഴവുചാലായി ഘോരമാം പീഡയിൽ കഠിനവേദനയിൽ. അസ്ഥികൾ മുഴുവൻ എന്നാമയ്യോ, അസ്ഥികൾ മുഴുവൻ എന്നാമയ്യോ. എൻ പേർക്കും നിൻ പേർക്കും അല്ലയോ, എൻ പേർക്കും നിൻ പേർക്കും അല്ലയോ പ്രിയരേ. തിരുമേനി മുഴുവൻ ഉഴവുചാലായി ഘോരമാം പീഡയിൽ കഠിനവേദനയിൽ. തിരുമേനി മുഴുവൻ ഉഴവുചാലായി ഘോരമാം പീഡയിൽ കഠിനവേദനയിൽ. അസ്ഥികൾ മുഴുവൻ എന്നാമയ്യോ, അസ്ഥികൾ മുഴുവൻ എന്നാമയ്യോ. എൻ പേർക്കും നിൻ പേർക്കും അല്ലയോ പ്രിയരേ, എൻ പേർക്കും അല്ലയോ പ്രിയരേ. രാജാക്കളെ വരും പിടിച്ചവൻ കുലയ്ക്കായി, രാജാതിരാജനോ ഉയർന്നു പിന്നാലെ. രാജാക്കൾ ഏവരും പിടിച്ചവൻ കുല
പിന്നാലെ ഉലകം മുഴുവൻ നടുങ്ങീതം ഉയർത്തിൽ, ഉലകം മുഴുവൻ നടുങ്ങീതം ഉയർത്തിൽ. മരണപാതാളത്തെ ജയിച്ചവൻ ഉയർന്നു, മരണപാതാളത്തെ ജയിച്ചവൻ ഉയർന്നു. ശത്രുവെ പോലും മിത്രമായി മാറ്റുന്ന ക്രിസ്തേശു എത്രയോ ഉന്നതനാണേ. ശത്രുവെ പോലും മിത്രമായി മാറ്റുന്ന ക്രിസ്തേശു എത്രയോ ഉന്നതനാണേ. നിങ്ങൾ ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ സമയം കടന്നുപോയി. ചില വിഷയങ്ങൾക്ക് ദൈവം നിങ്ങളെ പ്രാർത്ഥിക്കാൻ തട്ടി ഉണർത്തിയാൽ ഉറങ്ങരുത്. തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, ചങ്ങി കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. എന്താ? പ്രാർത്ഥിക്കാൻ സമയമായില്ല. ചില സമയങ്ങളിൽ ശക്തമായ നിയോഗങ്ങൾ ഉണ്ടാകും. ആ നിയോഗ സമയത്ത് കയറിയിരിക്കണം. പലതും പറഞ്ഞിട്ട് അംഗീകരിക്കാതെ പോകുന്നെങ്കിൽ പുറകെ നിൽക്കരുത്, പുറകിൽ കയറണം, വാതിലടക്കണം. 19 മക്കളുണ്ടായിരുന്ന സൂസന്ന വെസ്ലി, ശാമുവേൽ വെസ്ലിയുടെ ഭാര്യ സൂസന്ന വെസ്ലി 19 മക്കളെ പ്രസവിച്ച അമ്മയാണ്. കുഞ്ഞുപ്രായത്തിൽ 10 മക്കൾ മരിച്ചുപോയി. 6 പെൺമക്കളും 3 ആൺമക്കളും. ഓരോ ദിവസവും അമ്മ ഓരോ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. അന്നത്തെ ദിവസം ആ കുഞ്ഞിനോട് സംസാരിക്കും. വർഷങ്ങൾ നീണ്ടുപോയി. ജോൺ വെസ്ലി എന്ന മനുഷ്യൻ 30,000 ആളുകളെ സ്നാനപ്പെടുത്തി. ചാൾസ് വെസ്ലി 2500-ൽ പരം ഗീതങ്ങൾ എഴുതി. ഒരു എഴുത്തുകാരൻ പറഞ്ഞു, വീട്ടിൽ മുട്ടുകുത്താൻ കരയുന്ന ഒരു സൂസന്ന വെസ്ലി ഉണ്ട്. ജോൺ വെസ്ലിയെ പോലെയും ചാൾസ് വെസ്ലിയെ പോലെയും ദൈവകരങ്ങളിൽ ശോഭിക്കും. സെയിന്റ് അഗസ്റ്റിന്റെ അമ്മയായിരുന്ന മോണിക്ക ദീർഘവർഷങ്ങളോളം ദുർനടപ്പുകാരനായി ദൈവ വഴിവിട്ട് ജീവിച്ച മകനെ കുറിച്ച് അമ്മ രാവും പകലും നിലവിളിയാണ്. ഒരു ദിവസം ദൈവദാസന്റെ അരികിൽ ചെന്നിട്ട് മോണിക്ക പറഞ്ഞു, ഇവന് വേണ്ടി രാവും പകലും ഞാൻ നിലവിളിയാണ്. മാറ്റങ്ങളില്ല, രൂപാന്തരമില്ല, മടങ്ങി വരവില്ല. ആ ദൈവദാസൻ മോണിക്കയോട് പറഞ്ഞു, കരച്ചിലിന്റെ കാലഘട്ടം നീളുന്നെങ്കിൽ അതിനർത്ഥം അത്രയും ശക്തമായി അവൻ പുറത്തു. ഒരിക്കൽ അഗസ്തീൻ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഒരു വീട്ടിൽ ഇരുന്ന് ആരോ വചനം വായിക്കുന്നത് കേട്ടാണ് രക്ഷിക്കപ്പെടുന്നത്. സെയിന്റ് അഗസ്തീൻ തന്റെ പുസ്തകത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഒരമ്മ അതേ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഏകജാതനായ മകനെ മൃതശരീരം കണ്ട് മാറത്തടിച്ചു നിലവിളിക്കുന്നതിനേക്കാൾ അധികമായി എന്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ മുറിയിൽ അലറിക്കരയുന്നത് ഞാൻ അനേകം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? കരയുന്ന അപ്പൻ വീട്ടിലുണ്ടോ? നിലവിളിക്കുന്ന ഒരു അമ്മ വീട്ടിലുണ്ടോ? മറുപടി വരുമെന്ന്, മറുപടി നിശ്ചയമായി വരും. ദൈവത്തിന് നന്ദി പറയാമോ? തന്റെ പുസ്തകത്തിൽ താൻ എഴുതി, ഓ എവർ ആൻഡ് എവർ യു ബ്യൂട്ടി ഐ ഡിലൈറ്റ് ടു ലവ് thee. ആമേൻ. നിത്യ സനാതന സൗന്ദര്യമേ, നിന്നെ സ്നേഹിപ്പാൻ ഞാൻ വൈകിപ്പോയി. ഉപവാസത്തിന് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തരുത്. ഇന്ന് രാവിലെയും ഞാൻ സൂമിനോട് നിങ്ങളോട് സംസാരിച്ചത് കണ്ടിന്യൂ ടു പ്രേ. ആമേൻ. ഇടമുറിയാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. യോവേൽ പ്രവാചകൻ പറയുന്നു, ഇപ്പോഴെങ്കിലും നിങ്ങൾ കരച്ചിലോടും ഉപവാസത്തോടും നിലവിളിയോടും കൂടെ നിങ്ങൾ എങ്കിലേക്ക് തിരിയണം. റിട്ടേൺ ടു ഗോഡ്. തിരിയണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോരാ, തിരിയണം. കാലഘട്ടം വിളിച്ചു പറയുന്നു, വീണ്ടെടുപ്പുകാരൻ വരാറായി. ലോക സംഭവം വിളിച്ചു പറയുന്നു, എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയായിക്കൊണ്ടിരിക്കും.
വിളിക്കുന്നു. ഹല്ലേലൂയ. വചനം പിടിച്ചു പറയുന്നു, നിന്റെ കാലുകൾ കിളച്ചുയരട്ടെ, പറക്കാ പോകാ, വീണ്ടെടുപ്പിന്റെ നാളുകൾ അടുത്തു വരികയാണ്. വെല്ലുവിളിക്കാനും മത്സരത്തിനും തമ്മിൽ തല്ലാനും വാഗ്വാദത്തിനും ചേരിതിരിയാനും വിമർശിക്കാനും ഒറ്റപ്പെടുത്താനും ഉള്ള കാലം അല്ല. ഓ ഹല്ലേലൂയ. ഉറവാദന ശകതുനി അലൽ കലാദികതന പ്രവഗണന ശസി തിരിച്ചുവാൻ കാലനദിയുടെവരെ കരുതന്റെ ഏകനാഥനെ പുൽച്ചത്തിയെ പറയുന്നു, എന്റെ ജനമനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് യെശയ്യാവിനോട് ദൈവം സങ്കടം പറയുന്നത് പോലെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവാവലാതി പറയുന്നു. തിരിച്ചു വരാൻ സമയമായി. ഹൃദയം കീറി ദൈവത്തിങ്കിലേക്ക് വരണം. എന്റെ ഈ 41ാമത്തെ വർഷം മിനിസ്ട്രിയിലാണ്. ഉപവസിച്ച കാലങ്ങളും കണക്കുകളും നോക്കിയാൽ എനിക്ക് പറയാൻ വയ്യ. സ്തോത്രം സ്തോത്രം. 2022 എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പ്രതിസന്ധികളുടെ പിന്തുടർച്ചയായിരുന്നു. അതിനെല്ലാം വെട്ടിക്കയറാൻ ദൈവം നൽകിയ നിയോഗം ഉപവാസമായിരുന്നു. 200-ൽ പരം ദിവസം ഉപവസിക്കേണ്ടി വന്നു. 2023 180-ൽ പരം ദിവസം ഉപവസിക്കേണ്ടി വന്നു. എന്തിനാ? ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അറ്റകയെടുക്കേണ്ടി വരും. അത് നിയോഗത്തിലാണോ? പിടിവിട്ടേ മതിയാകും. ചേർന്നൊരു ആമേൻ പറയാമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇവിടെ നടക്കുന്ന ദൈവമക്കളെ, ഉപവാസം ഒരിക്കലും വെറുതെ അല്ല. അതിൽ പങ്കാളിത്തം വഹിച്ചവരും ആമേ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ ആചരിച്ചവരും എല്ലാം ഇതിനകത്തൊരു മഹത്വം നിങ്ങൾ കാണാൻ പോവുകയാണ്. നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാമോ? ഇതിന്റെ അതിന് ദൈവം മാറ്റുമല്ലേ, സ്ഥിതിയും മാറ്റുമല്ലേ. ഇന്നലകളില് ആമേ ഹല്ലേലൂയ മഹത്വം പോയെങ്കിൽ ഈ ദിവസങ്ങൾ തന്റെ ജനം ഒന്നിച്ചാർക്കുന്ന ദിവസം വരാൻ പോവുകയാണ്. തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിച്ചതുപോലെ, ഇസ്രായേൽ ആനന്ദിച്ചതുപോലെ നിങ്ങൾ ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാളുകൾ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ടു വരുന്നതാണ്. ഒരു വലിയ പ്രതിസന്ധിയിൽ ഞാൻ നേരിട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മാർഗം വേറെയൊന്നുമില്ല. വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണം, ഇരുന്നേ പറ്റും. 2 പഞ്ചസാര ചാക്ക് മേടിച്ചു. അന്ന് പാർത്തിരുന്ന ഫ്ലാറ്റിന്റെ മുകളിൽ ഒരു ടാർപ്പാൾ വലിച്ചു കെട്ടി 40 ദിവസം അവിടെ നിന്ന് ഉപസിച്ചു. 39ാമത്തെ ദിവസം പിടിവിട്ട് സ്ഥലം വിട്ടു. കാര്യം ഹലോ, സ്വത്രം സ്വത്രം. പരിശുദ്ധാത്മാവിനെ പിടിച്ചു കയറ്റി ഇരുത്തിയാൽ നീ അതിന്റെ മഹത്വം കാണും. ശത്രു എത്ര ബലവാനാണെങ്കിലും നീ ദൈവസന്നിധിയിൽ നിന്ന് അത് കീഴടങ്ങുവന്നേ. ഓ ജീസസ് ഹല്ലേലൂയ. സൈന്യമുഖത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, എന്നാൽ അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ കീഴടങ്ങാം. ജയം കിട്ടാത്ത വിഷയമുണ്ടോ? നിയോഗം ലഭിച്ച് ഉപവസിച്ചാൽ ആ കെട്ടഴിയും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രിയിൽ ആത്മാവ് വിളിച്ചു പറയുന്നു, അവന് പരിഹരിക്കാൻ കഴിയാത്തതൊന്നുമില്ല, അവൻ അഴിക്കാൻ കഴിയാത്തതൊന്നുമില്ല, അവന് വിടുവിക്കാൻ കഴിയാത്തതൊന്നുമില്ല. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഉപവാസത്തിന്റെ പ്രാധാന്യം, ഉപവാസത്തിന്റെ ഗൗരവം, എപ്പോഴും ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കണം, ഏത് വിധത്തിൽ ഉപവസിക്കണം, വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കണം. ദൈവഹിതമില്ലാത്ത ധാരാളം ഉപവാസങ്ങളുണ്ട്. സ്തോത്രം. ദൈവഹിതമില്ലാത്ത ഉപവാസം. ഒരിക്കൽ ഇസബേൽ അവൾ ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിനായിരുന്നു? വാഗ്ദത്തം മുറുകെ പിടിക്കുന്നവനെ കൊല്ലാനുള്ള ഉപവാസം. നാബോത്തിന്റെ നാട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചു, പ്രധാന സ്ഥലത്തിരുത്തി. ദൈവഹിതമില്ലാത്ത ഇൻവിറ്റേഷൻ ഒക്കെ റിജക്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. എല്ലാത്തിനകത്തും ചാടി വീഴരുത്. ആത്മീയനെ ഒതുക്കാൻ ആത്മീയ വേഷം സാത്താനിടും. താൻ അകപ്പെട്ടു. ഇസബേലിന്റെ ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയി. ടാർഗറ്റ് എല്ലാം ലൊക്കേറ്റ് ചെയ്തെല്ലാം സക്സസ് ആയി. പക്ഷേ അവന്റെ പ്രാണൻ പോയപ്പോൾ ദൈവിക ഇടപെടൽ നടന്നു. സ്വത്രം സ്വത്രം. അമ്മേ അവകാശമുള്ളത് നാബോത്തിനാണെങ്കിലും അവകാശം തീരാധാരം
കൊടുത്ത ഒരുവൻ മേളിൽ നിന്ന് കണ്ടു. ദൈവം ഇടപെട്ടു. ഇന്ന് രാത്രിയിൽ നിന്റെ അവകാശത്തിന് ശത്രു ദൃഷ്ടിവെച്ചാൽ ഇടപെടൽ നടക്കുമെന്നുള്ള ഉറപ്പാണ്. 2, ദാവീദ് പാപം ചെയ്തതിൽ ഉണ്ടായ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഉപവസിച്ചു. മറുപടി ഉണ്ടായില്ല. ദാവീദിന് അറിയാം, ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും നടക്കാത്ത ഒന്നുമില്ല. പക്ഷെ ദൈവം കുഞ്ഞിനെ കൊടുത്തില്ല. ഹലോ, അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് കളിയല്ല. ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്ന സമയത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉപവാസമാണ്. ആ പറച്ചിൽ കേൾക്കുമ്പോഴേ അറിയാം, മനസ്സിലാകും. തിങ്കളാഴ്ച ഉപവാസം, ചൊവ്വാഴ്ച ഉപവാസം, ബുധനാഴ്ച ഉപവാസം. നിന്റെ ഭർത്താവിന് എപ്പോഴാണ് നിന്നെ കിട്ടുന്നത്? നിന്റെ ഭാര്യയ്ക്ക് എപ്പോഴാണ് നിന്നെ കിട്ടുന്നത്? മനുഷ്യന്റെ വികാരങ്ങളെ വിശുദ്ധമായ വഴിയിൽ വെക്കാൻ വേണ്ടിയാണ് ദൈവം വിവാഹം വെച്ചിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടുകൂടി അല്ലാതെ പിരിഞ്ഞിരിക്കുന്ന തിരുവനന്തപുരത്ത്. അപ്പോൾ ആത്മീയം കയറിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭാര്യ ഇഷ്ടമല്ല, ചിലർക്ക് ഭർത്താവിന് ഇഷ്ടമല്ല. ഒരിക്കലും ഒരു സൗകര്യം പറഞ്ഞു, പക്ഷെ അച്ഛൻ്റെ ആത്മീയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവാത്മ എന്നോട് പറഞ്ഞു, കപടതയാണ്. സ്തോത്രം. ഞാൻ ചോദിച്ചാൽ എന്നാ, എന്തോ പ്രശ്നം? എനിക്കങ്ങോട്ട് വളരാൻ പറ്റുന്നില്ല. ഞാൻ പറ്റു ഹാനോക്കിനെ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഹാനോക്കിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? ഹാനോക്ക് ദൈവത്തോടുകൂടെ എത്ര വർഷം? 300 സംവത്സരം നടന്നു. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? പുത്രന്മാരെ പുത്രിമാരെ, അത് അവർ 2 വീട്ടിൽ താമസിച്ചെന്നാണോ? ദൈവം വെച്ച കുടുംബജീവിതത്തെ പിളർത്തുന്ന ആത്മീയ ചിന്ത വന്നെങ്കിൽ ഓർത്തോണം, തകർച്ച സംഭവിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ പുറകെ പോയി. എന്താ സഹോദര? പാസ്റ്റർ, അവൾക്ക് എന്നും ഉപവാസവും പ്രാർത്ഥനയും, അവൾക്കെന്നും ആത്മീയം മാത്രം. അപ്പൊ അപകടകരമായ ഉപവാസം തിരിച്ചറിയണം. ആൻഡമാൻസിൽ ഒരു ദ്വീപിൽ ഒരു ദൈവദാസൻ മിക്ക ദിവസവും ഉപവാസം. ഒരു ദിവസം ഞാൻ പ്രാർത്ഥന ദൈവത്തിന്റെ ആത്മാനോട് പറഞ്ഞു, തമിഴ് സഹോദരൻ അവിടെ ചെന്നിട്ട് നീ ഉപവാസം നിർത്താൻ പറയാം. ചെന്നു പറഞ്ഞു, ஐயா நான் உபவாசத்துல இருக்கிறேன். எத்தனை நாள்? அது 21 நாள் முடிஞ்சாச்சு. ஆனா ஒரு வாரம் முடிச்சு 40 நாள் இருக்கிறாங்க. அப்படியே எனக்கு விளக்கமாயி போச்சு. അവന്റെ ഭാര്യ ഒരു ബംഗാളിക്കാരൻ അടിച്ചോണ്ട് പോകാൻ റെഡിയായിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവഹിതമില്ലാത്ത ഉപവാസം സൂക്ഷിക്കണം. ഉപവാസം കുട്ടികളെയല്ല, ഉപവാസം ദൈവത്തോടു കൂടി ഇരിക്കണം. ഉപവസിക്കുന്നവരുടെ കുടുംബജീവിതം ആരോഗ്യപരമാകും, സമാധാനപരമാകും, സ്വസ്ഥതമയായി മാറും. അത് മുടി മാറിക്കിടക്കാനും കിടക്ക മാറിക്കിടക്കാനും ഉള്ളതല്ല ഉപവാസം. 4-മതായി നമ്മൾ കാണുന്നു, ശൗലിനെ കൊല്ലും വരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. അങ്ങനത്തെ ഉപവാസം. സ്തോത്രം, സ്തോത്രം. അപ്പൊ ദൈവഹിതമില്ലാത്ത 3 ഉപവാസം നിങ്ങൾ കേട്ടല്ലോ. 4-മത്തെ ഉപവാസം പരീക്ഷന്റെ ഉപവാസം. തമ്പുരാൻ ക്വസ്റ്റ്യൻ ചെയ്തു. അദ്ദേഹത്തിന് എന്നും അക്കൗണ്ട് പറയണം. എന്താ? ആഴ്ചയിൽ ഞങ്ങൾ 2 വട്ടം. സ്തോത്രം. എന്തിനാ ഉപവസിക്കുന്നത്? ജയകരമായ ക്രിസ്തീയ ജീവിതത്തിനാണ് ഉപവാസം. ജയകരമായ കുടുംബ ജീവിതത്തിനാണ് ഉപവാസം. തലമുറകൾ ദൈവകൃപയിൽ വളരാനാണ് ഉപവാസം. സ്തോത്രം. മക്കളുമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉപവസിക്കണം. ചില കൊച്ചുങ്ങൾക്ക് ഉപവാസം കേട്ടാൽ വലിയ സന്തോഷം. കാരണം ഒന്നും കഴിക്കണ്ട. കർത്താവ് ഉപവസിച്ചു. എന്തിനാ? കർത്താവിന്റെ മുമ്പിൽ വന്നത് ഭക്ഷണ വിഷയമായിരുന്നു. ഏതെനിൽ ആദം ഹവ്വയ്ക്ക് വന്നത് ഭക്ഷണ വിഷയം. ഇസ്രായേൽ മക്കളുടെ കനാൻ പലർക്കും നഷ്ടപ്പെട്ടത് ഭക്ഷണ വിഷയം. അതേ വിഷയം മുന്നിൽ വന്നു. ജയജീവിതത്തിനാണ് ഉപവാസം. ചന്ദ്രാമി പറയാമോ? പർവ്വതത്തിൽ കയറിയ മോശ ഇറങ്ങി വന്നപ്പോൾ അഗ്നിപ്രമാണവുമായി ഇറങ്ങി വന്നു. ഇരട്ടിപ്പങ്കുള്ള ഒരു അഭിഷേകത്തിലേക്ക് ഏലിശയെ നയിക്കുവാൻ 40 ദിവസത്തെ ഉപവാസം ഏലിയാവിന് മുഖാന്തരമായി.
യോശുവ ഉപവസിച്ചു. എന്നാൽ കുലക്കയറഴിക്കുന്ന ഉപവാസവും ചങ്ങല പൊട്ടിക്കുന്ന പ്രാർത്ഥനയും ബൈബിളിലുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. സ്വജനത്തിന് അനുകൂലമായിരുന്ന മൊർദെഖായിയെ കൊല്ലാൻ ഹാമാൻ എല്ലാ സ്വാധീനം ചെലുത്തി. കഴുകുമരം ഉണ്ടാക്കി വെച്ചു. ദൈവങ്ങളെ പലതും ഉണ്ടാക്കി വെക്കും. ആര് തൂങ്ങണം, ആര് കയറണം? ഉന്നതന്മാരുടെ പേര് ഒരു ഉന്നതനം, അതിന്റെ മീതി ഒരു അത്യുന്നതനോ. യേശുവിന്റെ രക്തം ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ശത്രു യമനെ ടാർഗറ്റ് ചെയ്താലും എത്ര ലൊക്കേറ്റ് ചെയ്താലും കുഞ്ഞെ, നീ പ്രമാണപ്രകാരം ജീവിക്കുന്ന ദൈവവചനാണെങ്കിൽ നിനക്കെതിരെ രേഖ എഴുതുമ്പോൾ നീ സ്തോത്രം ചെയ്തോളും. വിധി മേളിൽ വരാൻ സമയമായി. അതുവരെ തുറക്കാത്ത ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർക്കണം കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാവൽ നിൽക്കുകയാ കൊല്ലാൻ വേണ്ടി. പക്ഷേ അന്ന് ഗുണം ചെയ്തപ്പോൾ ബെനിഫിറ്റ് കൊടുത്തില്ല, റിവാർഡ് കൊടുത്തില്ല, പ്രതിഫലം ഒന്നും കൊടുത്തില്ല. പക്ഷെ എഴുതി വെച്ചു. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ലെന്ന, സമാധാനത്തോടെ കിടന്നു ഉറക്കുന്ന, അവൻ നിർഭയം വസിക്കുമാറാക്കുന്നവൻ തന്നെ ഉറക്കവും കെടുത്തും. ദാനിയേലിന്റെ പുസ്തകത്തിലും ഒരു രാജാവിന് ഉറക്കം കൊടുത്തി. എന്തിനാ? സിംഹത്തിന്റെ കൂട്ടിക്കിടക്കുന്നവനെ അഴിച്ചു പുറത്തെടുക്കാൻ ഉപവാസം വേണ്ടി വന്നു. ഇന്ന് രാത്രി ഓർക്കണം, രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോടുകളൊക്കെ യഹോവയുടെ മുമ്പാകെ ഇരിക്കുന്നു. അവൻ ഇഷ്ടമുള്ള ഇടത്തേക്ക് അത് തിരിക്കുന്നു. ലോകത്തിലുള്ള സകല നാഷണാലിറ്റീസിലുള്ളവർക്കും ഇവിടെ വരാനിടയായി തീർന്നത് എന്താണ്? ഇവിടെയുള്ള ഭരണാധികാരികളെ ദൈവം സ്നേഹിക്കുന്നു. അവരുടെ ഹൃദയത്തെ ദൈവം ഉണർത്തി അവരോട് കൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ ദിനം ആരാധിക്കേണ്ടതിന് വേണ്ടി സ്വാതന്ത്ര്യം കൊടുക്കുക. അതുകൊണ്ട് ലോകത്തിലെ ഏതൊരു രാജ്യത്തെക്കാളും UAE അനുഗ്രഹിക്കപ്പെട്ടു വരാൻ കാര്യമെന്താ? ഇടമുറിയാതെ ദൈവത്തെ സേവിക്കുന്ന, ആരാധിക്കുന്ന ഒരു ജനത ഈ രാജ്യത്ത് എഴുന്നേറ്റുകൊണ്ടേയിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നയിക്കുമ്പോൾ പോയിട്ടുള്ളതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യം. പലതുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞു നിർത്താം. അതേ മക്കളെ, കുലക്കയറഴിക്കാൻ ഉപവാസം. എന്നാ മാനിക്കണ്ടേ? എന്തോ കൊടുക്കണ്ടേ? സ്വയം ചിന്തിക്കുക. എന്നെ അല്ലാതെ വേറെ ആരാ മാനിക്കാൻ? സ്വയം പ്രശംസയും നികളവും അഹങ്കാരവും കൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ വേണ്ടി ഓൾ നൈറ്റ് ടീം വർക്ക് ചെയ്തേച്ച് വന്നേച്ച് നിൽക്കുക. ദൈവത്തോട് ഞാൻ ഒരു ആത്മീയ മർമ്മം പറയാം. ഒരു ഹാമാൻ നിന്റെ ഓഫീസിൽ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിനക്ക് വേണ്ടി ഒരു എസ്തേറിനെ അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഹലോ, അന്നോട് സ്തോത്രം ചെയ്യാമോ? സ്തോത്ര സ്തോത്രം. ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിനെതിരെ മനഃപൂർവ്വമായി ആര് ദ്രോഹം ചെയ്യാൻ വന്നാലും അവിടെ ഒന്നും അധികം പിടിച്ചു നിൽപ്പുണ്ടാകത്തില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. മടക്കാൻ മുട്ടുണ്ടോ, കരയാൻ കണ്ണുണ്ടോ, ധാരാളം മതി. നിന്റെ വിഷയം ദൈവത്തെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തേതിൽ ദുഷ്ടനില്ല. അവനൊരു വഴിയായി വരും, 7 വഴിയായി ഓടും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് രാത്രി ഉപവാസത്തിന്റെ പ്രാധാന്യത ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവഹിതപ്രകാരം ഉപവസിക്കുവാൻ, ദൈവ നിയോഗപ്രകാരം ഉപവസിക്കുവാൻ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും പൈശാചിക മണ്ഡലത്തിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ, അവയെ അഴിയാത്ത വിഷയങ്ങൾ, വിടുതലിൽ നിന്ന് പറഞ്ഞു വാദിക്കുന്ന വിഷയങ്ങൾ, നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇതിന്മേൽ ദൈവിക നീക്കുമൊക്കെ വെളിപ്പെടാൻ ഉപവാസം അനിവാര്യമാണ്. ഈ ലോകത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പൈശാചിക മണ്ഡലം. ഓരോ രാജ്യത്തും അവന്റെ അധിപതികളുണ്ട്. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 days താൻ ഉപവസിക്കുക ദാനിയേൽ. പക്ഷേ പ്രാർത്ഥന ചെല്ലുന്നു എപ്പോഴാ? നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ അപേക്ഷകളുണ്ട്. അപ്പൊ അതിന്റെ മറുവശം എന്താ? താഴാ മനസ്സില്ലാതെ പ്രാർത്ഥിച്ചാൽ
നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ചില പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ബൈബിൾ ക്ലാസ് എടുക്കുന്ന പോലെ തോന്നിപ്പോകും. അതിഥികളായ ദൈവദാസന്മാരുണ്ട്, അവർ കേൾക്കത്തക്കവണ്ണം നീട്ടി വലിച്ചു വാരി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭായത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, അതിനെല്ലാം ഉണ്ടല്ലോ. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ സമയം 2 മിനിറ്റാണ് തരുന്നതെങ്കിൽ 10 മിനിറ്റ് പ്രാർത്ഥനാ സമയമുണ്ട്, 4 പേർക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടും. സ്ഥിരം ശൈലിയിലുള്ള പ്രാർത്ഥനകൾ മാറ്റിവെക്കണം. നിയോഗത്തിൽ പ്രാർത്ഥിക്കുക, ദൈവപ്രവൃത്തി നടക്കും. പക്ഷേ വാസുദ്ദീനെഴുന്നേൽക്കുന്നതിന് മുമ്പ് അത്യുന്നതൻ വിട്ടതിനെ തടഞ്ഞെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ അയക്കും. സ്വന്തം 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 പ്രാർത്ഥനകളിൽ തടയുന്ന ഏത് മേഖലകളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഒരു റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് സ്വത്രം ചെയ്യാമോ? അരിയാക്കുരുക്ക് പോലിരിക്കുന്ന വിഷയങ്ങളാണോ? കാൽക്കരങ്ങൾ ചങ്ങലക്കിട്ട് പൂട്ടി 16 നന്നാല് ചേവകരുള്ള 4 കാവൽക്കൂട്ടത്തെ ശീമോനെ കാക്കാൻ വെച്ചിരിക്കുക. അപ്പുറത്തൊരു ഗ്രൂപ്പിരുന്ന് കരയുക. അർദ്ധരാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. സഹോദരി സഹോദരന്മാരെ, ഈ ലോകം ഏത് പൂട്ടിട്ടാലും ദൈവം കണ്ടതുകൊണ്ട് സ്വന്തം ചെയ്യാമോ? നിന്റെ തലമുറയാകട്ടെ, നിന്റെ ജീവിത പങ്കാളിയാകട്ടെ, നിന്റെ കുടുംബാംഗങ്ങളെ ആകട്ടെ, എവിടെ തളച്ചിട്ടാലും ഐക്യതയോടെ കരയുന്ന സഹോദരി സഹോദരന്മാരെവിടെ ഉണ്ടോ അവിടെ ഇറങ്ങേണ്ട സമയത്ത് ദൈവം ഇറങ്ങുമല്ലേ. തൊട്ടപ്പോഴേ കാൽകരങ്ങളിൽ ചങ്ങല അഴിഞ്ഞു വീണു. അപ്പോൾ അപ്പുറത്തെ പ്രാർത്ഥന എന്തായിരുന്നു? ചങ്ങല അഴിക്കുന്ന പ്രാർത്ഥനയായിരുന്നു അല്ലെ. ഇപ്പുറത്ത് എന്താണ്? കഴുകുമരം അഴിക്കുന്ന ഉപവാസം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ ദിവസങ്ങളിൽ ചിലത് അഴിയും. ഹല്ലേലൂയ. ചിലതൊക്കെ വിടുതലിനായി വെളിപ്പെടാൻ മതിയാണ്. നിൽക്കാം, ഒരുമനപ്പെട്ട അധരം തുറന്ന് അല്പനേരം പ്രാർത്ഥനയ്ക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങേണ്ടതിനായി അവരോട് അല്പനേരം പ്രാർത്ഥിച്ചാൽ അവരെ 5-6 മിനിറ്റ് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അധരം തുറക്കണം പ്ലീസ്. ഹല്ലേലൂയ. എല്ലാ മൂക്കൊക്കെ പ്രാർത്ഥനക്കരോ. ഹല്ലേലൂയ. അധരം തുറന്ന് കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അറിയേണ്ടത്, ഞാൻ ഗ്രഹിക്കേണ്ടത്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ പ്രാപിക്കേണ്ട കാഴ്ചപ്പാട്, എന്റെ ജീവിത പങ്കാളിക്ക് അവസരം കൊടുക്കേണ്ടത്, പരസ്പരം മനസ്സിലാക്കേണ്ടത്, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യേണ്ടതിന് ആത്മാവ് തട്ടി ഉണർത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കാൻ, ഉപവസിക്കേണ്ട സമയം ഉപവസിക്കുവാൻ, കൂട്ടായ്മയ്ക്ക് നല്ല മനസ്സോടെ വരുവാൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയിൽ സഭയിൽ ആവോളം നല്ല പങ്കാളിത്തം വഹിക്കുവാൻ കണക്ക് പറയാതെ ദൈവം അളവില്ലാതെ തരുന്നെങ്കിൽ അറിഞ്ഞു വേലയെ നിങ്ങൾ കൈത്താങ്ങൽ ചെയ്തുകൊള്ളണം. ഹല്ലേലൂയ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ഇത്തിഹാദിൽ അതേ റെയിൽവേയിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പാർത്തതാണ്. സ്തോത്രം. എന്നോട് അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ചെന്നൈയിൽ താനെ CA പഠിക്കുമ്പോൾ, സ്തോത്രം, വേൾഡ് വിഷന്റെ അതേ ഒരു സെക്ഷനാണ് തനിക്ക് പ്രൊജക്റ്റ് ആയിട്ട് കിട്ടിയത്. കോൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഒരു കുട്ടിക്കുള്ള ഭക്ഷണത്തിന്റെ ചിലവ് ചോദിച്ചപ്പോൾ തനിക്ക് കൊടുക്കാനില്ല. താൻ ഹോസ്റ്റലിൽ പറഞ്ഞു, എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്യണം. ആ പൈസ ഒരു കുഞ്ഞിന്റെ ആഹാരം. സ്തോത്രം, സ്തോത്രം. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോട് അദ്ദേഹം പറയുകയാണ്, പാസ്റ്റർ, ഞാൻ ഗൾഫിൽ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഇന്ന് വരെ 5 പൈസ എനിക്ക് കൊടുക്കേണ്ടി വന്നു. എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഴുവൻ വിദ്യാഭ്യാസത്തിന്റെ പണം ഇവിടുത്തെ സർക്കാരാണ് ചെയ്തത്. ധനവാൻ തന്റെ ധനത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ ദൈവം നൽകുന്നത് ധനത്തിനൊപ്പം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനാർക്കും കടക്കാരനല്ല.
അവനാർക്കും ബാധ്യതയല്ല, അവനും അവനിൽ ഞാനാക്കിനില്ല. ആഹാ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാത്ത അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാകേണ്ടത് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചു. അങ്ങനെയെങ്കിൽ കുറ്റമില്ലാത്ത കർത്താവിന് ശുദ്ധീകരണത്തിന് മനസ്സിലാക്കി കൃപാവനങ്ങൾ പലതുണ്ടായിരുന്ന പൗലോസ് തൻ കുറവുള്ളവരാണ്. രാത്രി നമുക്ക് എത്രയധികം സമർപ്പിക്കാം. ദൈവഹിതത്തിലേക്ക് ഓരോ ദിവസവും ഓടിയടിക്കുവാൻ കമ്പാട്ടം മാലിന്യമില്ലാത്തൊരു ജീവിതം, വിജയകരമായൊരു കുടുംബ ജീവിതം, വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം, ഒരു മാതൃകാ ദൈവഭക്തിയുള്ള ഭവനമായി നിങ്ങൾ പാർക്കുന്നിടത്തൊരു ദൈവഭക്തി ഉണ്ടെന്ന് പറയാം, ഒരു ദൈവപുരുഷനാണെന്ന് പറയാം. ഈ സ്പെഷ്യൽ ക്രിസ്ത്യൻ എന്ന് നിങ്ങളുടെ ഓഫീസിൽ പറയട്ടെ, സ്പെഷ്യൽ ക്രിസ്ത്യൻ എന്ന് പറയട്ടെ. യുണീക്കായിട്ടുള്ള ഒരു ആത്മതലം വെളിപ്പെടേണ്ടതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഹൃദയവേദനയിലായിരിക്കുന്നവർ വിഷയവുമായി നിന്റെ അരികിൽ വരത്തക്കവർ അവരുടെ ഉള്ളത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദൈവസ്നേഹത്തിൽ ആത്മാക്കളെ ചേർത്ത് വിളിക്കുക. എന്നിലൂടെ ചില ജീവിതങ്ങൾ യേശുവിനെ അറിയണം. എന്നിലൂടെ കർത്താവേ ചില ജീവിതങ്ങൾ കർത്താവിലേക്ക് വരണം. ഞാൻ പറയാം, ആത്മാക്കളെ നേടാത്തവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പഠിച്ചതും എന്നെ പഠിപ്പിച്ചതും. കാരണം ചിതറിപ്പോയവരെല്ലാം സുവിശേഷം അറിയിച്ചുകൊണ്ട് നടന്നു.
അഭിഷേകം തന്നത് ലോക സുവിശേഷീകരണത്തിന് വേണ്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്പേസിൽ പോകാൻ സ്പേസ് സൂട്ട് ധരിച്ചു പോകുന്നത് പോലെ തമ്പുരാൻ പറഞ്ഞ ലോക സുവിശേഷീകരണത്തിനായി ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ഇത് ധരിച്ചിരിക്കുന്ന ആത്മാക്കളെ നേടാനാണ്. ആത്മാക്കളെ നേടാനാണ്. മറ്റുള്ളവർ കർത്താവിലേക്ക് വരാൻ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് അവൻ നിങ്ങളെ UAE അയച്ചത്. നാഷണാലിറ്റി ഡിഫറന്റ് ആയിട്ടുള്ളവർ വരുന്നു. നിങ്ങളിലൂടെ ജീവനുള്ള ആത്മാക്കൾ കർത്താവിലേക്ക് വരണം. Yes Lord, here am I. Use me Lord and send me Lord. കർത്താവേ, ആത്മാക്കളെ നേടാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ അധരം അങ്ങ് കണ്ടിട്ടുള്ളവരോട് സംസാരിപ്പാൻ ഉപയോഗിക്കേണ്ടതിന് എന്റെ അധരത്തെ വിട്ടുതരുന്നു. ഓ ഹല്ലേലൂയ. വലിയ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ദൈവമക്കളെ, രാത്രി ആത്മാക്കളെ നേടാൻ എന്നെ സമർപ്പിക്കുന്നത് പറയുന്നവർ കലകൾ ഉയർത്തിയാണ്. യെസ് ലോർഡ്, ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടാൻ, നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടാൻ എന്റെ അധരം എന്റെ കർത്താവിന് വേണ്ടി ഉപയോഗിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. താങ്ക് യു പ്രൈസ് ഗോഡ്. കരമുയർത്തി പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. സമയം നമുക്ക് ഇറങ്ങുന്ന സമയമായി. സ്തോത്രം, ഹല്ലേലൂയ. Come forward. I'm going to bless you. Hallelujah. Thank you Jesus. Thank you Jesus. Father, we praise you. Hallelujah. Oh, let the fire of the Holy Spirit. Hallelujah. കരമുയർത്തി നിയോഗമുള്ളവർ മുന്നോട്ട് വരുന്നതാണ്. രാത്രി ആത്മാക്കളെ നേടുവാൻ ദൈവത്തിന് ഒരു ജനതയെ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുവാൻ ഒരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ചടങ്ങല്ല ഇവിടെ നിർവഹിക്കുന്നത്. ഇന്ന് രാത്രി സമർപ്പണം ദൈവമായിട്ടുള്ളത് കറക്റ്റ് ആണെങ്കിൽ നിയോഗം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവാത്മാ നിങ്ങളെ ഉപയോഗിക്കും. പരിശുദ്ധാത്മ ശക്തിയോട് ഉപയോഗിക്കത്തക്കവണ്ണം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാണ്. The mighty name of Jesus and the Holy Spirit. That's my Lord. He made the authority of the Holy Spirit. That's my Lord. Holy Spirit, the healing anointing. Yes, with the Lord. ആത്മാവിന്റെ വീര്യം ശക്തിയും ദാസിയുടെ മേൽ വെളിപ്പെടുത്താതെ. Yes Lord. Thank you Holy Spirit. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിയോഗം നൽകണമേ. ആത്മശക്തി നൽകണമേ. നിങ്ങളുടെ ശബ്ദമായി, നിങ്ങളുടെ അധരമായി, നിങ്ങളുടെ നിയോഗമായി, നിങ്ങളുടെ ദാസിമാരുടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ നമ്മളെ ബ്ലസ് ചെയ്ത്, കുടുംബത്തെ ബ്ലസ് ചെയ്ത്, തലമുറകളെ ബ്ലസ് ചെയ്ത് കർത്താവേ, പ്രിയപിതാവ് ദൈവത്തിൽ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിങ്ങളുടെ കരം ശക്തിയോട് ഉപയോഗിക്കപ്പെടുവാൻ ദൈവം ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് കർത്താവേ, നിറവിന്റെ നിറവ് വരട്ടെ. ഈ ജനത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ആത്മാക്കളെ നേടുവാൻ ദൈവത്തിന് കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ശക്തിയോട് ഉപയോഗിക്കണമേ. കൃപ വരങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അനേകം ആത്മാക്കളെ നേടിയെടുക്കും.